ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോയിലൊന്ന് സ്കിപ്പ് ചെയ്ത് കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള 100% റിസൾട്ട് തരുന്ന നല്ല കിടിലൻ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ കെമിക്കൽ ഡൈയുടെ പുറകെ പോവുകയില്ല. അത്രയ്ക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നതാണ്. റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അൺസബ് ചെയ്ത് പൊയ്ക്കോളൂ കേട്ടോ. യാതൊരു പ്രശ്നം തന്നെയല്ല. അത്രയ്ക്കും നല്ല റിസൾട്ട് തരുന്ന ഡൈ തന്നെയാണ്. അപ്പൊ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സെറമാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പപ്പായ ഇലയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിന്റെ അളവിലേക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ പപ്പായ. അതുപോലെ തന്നെ നമ്മുടെ പപ്പായ ഇലയിലും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഡെങ്കിപ്പനിക്ക് ഇത് നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന എൻസൈമുകൾ പപ്പായ ഇലയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഈ പപ്പായ ഇല ജ്യൂസ് ആയിട്ട് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പപ്പായ ഇല ഇതിന് മാത്രമല്ല ദഹന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും വീക്കം കുറയ്ക്കാനും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പപ്പായ ഇല ഞാൻ ഇത്രയും ഒന്നെടുത്ത് ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പനിക്കൂർക്ക ഇലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം മിക്സി ജാറിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മളുടെ പനിക്കൂർക്ക ഇലയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ ഒരു ഹെയർ സിറപ്പിൽ നമ്മൾ ഈ ഒരു പനിക്കൂർക്ക ഇല ചേർക്കുന്നത് മൂലം ജലദോഷം അതുപോലെ തന്നെ നീരിറക്കത്തിന്റെ പ്രശ്നമുള്ളവർക്കൊന്നും അത് തേക്കുന്നത് മൂലം യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതല്ല. മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് ഉലുവയാണ്, അത് ഞാൻ മുളപ്പിച്ചെടുത്തതായിരുന്നു കേട്ടോ. അത് ഞാൻ മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും മുടിക്ക് നല്ല ബലം നൽകാനും കരുത്തോടു കൂടി മുടി ഉണ്ടാവാനും ഉള്ളുണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു ഹെയർ സിറം ഉണ്ടാക്കിയിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നരച്ച മുടി നന്നായിട്ട് കറുക്കാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ബലം വരാനും മുടി ഉള്ളോടുകൂടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രായഭേദം എന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സിറം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. തേക്കുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കുറച്ച് സമയം മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കഴുകുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കഴുകുക വേണം. അല്ലെങ്കിൽ അത് തലയോട്ടിയിലൊക്കെ ഒട്ടിപ്പിടിച്ച് താരൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇതാണ് കേട്ടോ മുറികൂട്ടി. ശരീരത്തിലെ മുറിവുകൾ പെട്ടെന്ന് ഭേദമാവാൻ ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല മുറിവ് ഉണക്കുന്നത് കൊണ്ടാണ് ഈ ഔഷധത്തെ മുറിയൂട്ടി അഥവാ മുറികൂടി എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഇല അരച്ച് മുറിവിന് മുകളിൽ പുരട്ടിയാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ. മാത്രമല്ല മൂലക്കുരുവിനും അതുപോലെ തന്നെ അൾസറിനൊക്കെ നല്ലൊരു മരുന്നാണ് ഇത്. നമ്മൾ ഇതുപോലെ ഒന്ന് മുറിവാകുന്ന സമയത്ത് ജസ്റ്റ് ഫ്രഷ് ആയിട്ടൊന്ന് പറിച്ചെടുത്ത് നന്നായിട്ട് കയ്യിലിട്ട് ഞെരടി അതിൻ്റെ ആ ജ്യൂസ് നമ്മൾ മുറിവുള്ള ഭാഗത്ത്, കുഞ്ഞു മുറിവാണെങ്കിൽ അതിൻ്റെ ജ്യൂസ് തേച്ച് കൊടുക്കുക. കുറച്ച് വലിയ മുറിവാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ഒരു തുണിയും വെച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ മുറിവ് ഉണങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഈ ചെടി ഉണ്ടെങ്കിൽ പറിച്ചു കളയാതെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊന്ന് യൂസ് ചെയ്ത് നോക്കുക. രാവിലെ ഞാൻ പുറത്തും അമ്മച്ചിയുടെ കൂടെ പോയപ്പോൾ കണ്ട ഒരു ചെടിയാണ് കേട്ടോ. ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഗാർഡനിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചൊരു പൂവായിരിക്കുമെന്ന്. എന്നാൽ അതൊന്നുമല്ല കേട്ടോ. എനിക്കറിയാത്തതുപോലെ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെടി കണ്ടില്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ പേര് ക്രാൻബെറി ഹൈബിസ്കസ് അഥവാ ഒരു പ്രത്യേക വെണ്ടച്ചെടിയാണ് കേട്ടോ. ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല ഇതിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ബി ഷുഗർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ. ചെടിയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം, അല്ലെങ്കിൽ ജ്യൂസുകളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. സാലഡുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഇലകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ പൂവ് ഉപയോഗിക്കാം. മരുന്നുകളിലും ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ക്രാൻബെറി ഹൈബിസ്കസ് ചെടിക്ക് നല്ല ചുവപ്പ് നിറമുള്ളതിനാൽ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നിറം നൽകാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. മാത്രമല്ല നമ്മുടെ ഗാർഡനിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കിത് വെച്ച് പിടിപ്പിക്കാം. കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അപ്പൊ ഈ എത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങി ഈ ചെടി ഒന്നെങ്കിലും നിങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡി, അതുപോലെ തന്നെ 100% എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു റെമഡി കൂടെ തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നല്ല ഫ്രഷ് ഹെന്ന ലീവ്സ് ആണ്. നിങ്ങളുടെ അടുത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡറും യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെമ്പരത്തി പൂവാണ് കേട്ടോ. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് മിക്സി ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കട്ടൻ ചായയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ കട്ടൻ ചായയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുത്ത് അര ഗ്ലാസ് ആവുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അരിച്ചും കൂടെ എടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൈലാഞ്ചി മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലുള്ള ഒരു ഇരുമ്പ് ചട്ടിയാണ്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മൈലാഞ്ചി മിക്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 1-2 മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഇരുമ്പ് ചട്ടിയിലുള്ള ഫെറിക് ഓക്സൈഡ് ഇതിലേക്കൊന്ന് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഇരുമ്പ് ചട്ടി ഇല്ലേ, ഒരു 2 ആണി ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ കുറച്ച് മാത്രം നിരയുള്ള മുടിയിലാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തല മുഴുവനും നരച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു മണിക്കൂർ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ടൈം ഇല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ടൈം ഉള്ളതുകൊണ്ട് ഞാനൊരു മണിക്കൂർ വെച്ച് കൊടുക്കുന്നു എന്ന് മാത്രം. കുറച്ച് ഡ്രൈ ആയ പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ കട്ടൻ ചായ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മണിക്കൂർ നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ ഹെന്ന പൗഡർ വാങ്ങുകയാണെങ്കിൽ കെമിക്കൽ ഒന്നും ഇല്ലാതെ നല്ല ഓർഗാനിക് ആയിട്ടുള്ളത് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇതുപോലെ നല്ല കളറായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് എന്നോട് പറയരുത്. നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ വാങ്ങിക്കുക. 100% തന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു നാച്ചുറൽ ഡൈ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ കണ്ടില്ല, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഞാൻ എടുത്ത് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കട്ടൻ ചായ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഞാൻ എടുത്ത് തലയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ കണ്ടില്ല, ലൈവായിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. നന്നായിട്ട് ഈ ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ നരയുള്ളത്. ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തല മുഴുവനും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. +2 പഠിക്കുന്ന മോളാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ മാത്രം അകാല നരയാണ് വന്നിട്ടുള്ളത്. പ്രായമാകുമ്പോൾ നമുക്ക് വരുന്ന നരയും നമുക്ക് ഈ ഒരു ഡൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ബ്ലാക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ ഹെന്ന നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചൊരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക്, നിങ്ങൾ തല മുഴുവനും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ കവറോ ഉപയോഗിച്ച് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കവർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ മുഴുവനായിട്ട് നരയുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഹെന്ന എല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഞാനൊന്ന് വാഷ് ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്തതിന് ശേഷമുള്ള ഒരു റിസൾട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. മുടി നന്നായിട്ട് ബ്രൗൺ ആയിട്ട് നമുക്കിവിടെ നന്നായിട്ട് വിസിബിൾ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈവായിട്ട് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഭാഗം മാത്രമായിട്ട് നന്നായിട്ട് ബ്രൗൺ ആയി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് ബ്ലാക്ക് ആയി വരാൻ വേണ്ടിയിട്ട് വേറൊരു ഇൻഗ്രീഡിയൻസ് നമുക്ക് യൂസ് ചെയ്യണം. നീലാമരി പൊടിയാണ് കേട്ടോ. ഇതും നന്നായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പൊടി തന്നെ നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മുടിയല്ലേ ഉള്ളൂ, അതിനനുസരിച്ച് ഞാൻ വളരെ കുറച്ച് മാത്രം പൊടി എടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നീലാമരി പൊടി നമ്മൾ മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ തലയിൽ അപ്ലൈ ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യരുത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യണം. അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇത്
നന്നായിട്ടൊന്ന് മിക്സാക്കി ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷമുള്ള ഒരു വ്യൂവും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെന്ന ചെയ്ത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഹെന്ന ചെയ്ത് പിറ്റേ ദിവസമാണ് ട്ടോ നമ്മൾ നീലാംബരി യൂസ് ചെയ്യേണ്ടത്. അന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഹെന്ന ചെയ്തിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് തലയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലെ നീലാംബരി യൂസ് ചെയ്യുക. നന്നായിട്ട് ആ ബ്രൗൺ നിറമുള്ള മുടിയിൽ ഞാൻ നീലാംബരി തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ കഴുകിക്കളയാം. എത്ര ഡൈ ചെയ്തിട്ടും അതുപോലെ തന്നെ എന്ത് തന്നെ ചെയ്തിട്ടും നര മാറുന്നില്ല എന്നുള്ളവർ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കഴുകിയതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് ആ ഭാഗം നമുക്ക് കറുപ്പായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. കുറച്ച് സമയം വെച്ചപ്പോൾ നീലാംബരിയുടെ കളർ നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് ബ്ലാക്ക് ആയി വരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മളെ മുടിയിലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.